ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ഈ പ്രേത കഥകൾ പോലുള്ള കഥകളൊക്കെ ധാരാളമായിട്ടുള്ള മേഖലയാണ്. പ്രത്യേകിച്ച് ഈ ജോലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാത്രി പോകണം, രാവിലെ പോകണം, അങ്ങനെ സമയം ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ തോന്നുമ്പോൾ രാത്രിയൊക്കെ പോകും, പ്രത്യേകിച്ച് ഈ കഥകളൊക്കെ കേട്ടിട്ട് പോകുമ്പോൾ പേടി തോന്നാറുണ്ടോ? മരിച്ച ആളൊരിക്കലും ഉപദ്രവിക്കില്ല, ജീവനുള്ള ആളെ ഉപദ്രവിക്കൂ. അത് ചുമ്മാ പറയുന്നത്. സുമതി വളവ് ഞാൻ 2-3 മണിക്കൊക്കെയാണ് അതുവഴി യാത്ര ചെയ്തിട്ടുള്ളത്, ആംബുലൻസും കൊണ്ട് ഒറ്റയ്ക്ക്. എനിക്ക് ഇതുവരേക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അറിഞ്ഞത് ആ പരിസരത്തുള്ള ആരോ വെള്ള വസ്ത്രവും ധരിച്ച് പിടിക്കപ്പെട്ടു എന്നാണ്. അത് 2 പയ്യന്മാർ ബൈക്കിലെന്തോ പോയി അങ്ങനെ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് അറിഞ്ഞത്. ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ല. കാരണം യക്ഷികൾക്കൊക്കെ വേറെ ജോലിയാണ്. മനുഷ്യന്മാരാണ് ഉണ്ടാക്കുന്നത്. എല്ലാ കഥകളും മെനയുന്നത് മനുഷ്യരാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു വിശ്വാസമില്ല. നിങ്ങൾ ഏത് രാത്രി എവിടെ ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞാലും ഞാൻ പോകാൻ തയ്യാറാണ്. ജീവനുള്ള വസ്തുവിനെ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.